പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. അഭിഷേക അഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ സമൃദ്ധമായി നിറയാൻ നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ബോധ്യങ്ങൾ നൽകുന്ന ആത്മാവ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. നിറയണമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് വ്യാപരിക്കണമേ. അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ഓരോ ഹൃദയങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഓരോ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഓരോ സമൂഹത്തിൻ്റെ മേൽ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ, പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും ഹൃദയത്തിൽ പതിയുവാൻ, ഓരോ വചനങ്ങളുടെ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാൻ പരിശുദ്ധാത്മാവെ ബോധ്യങ്ങളായി, അഭിഷേകങ്ങളായി, ഉണർവായി, ജ്ഞാനമായി, വിശുദ്ധിയായി, കൃപയായി നിറഞ്ഞ് വ്യാപരിക്കാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും കരുണ തോന്നണമേ. എഴുന്നള്ളി വരണമേ. നിറഞ്ഞ് വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാൾ ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ ആ കുടുംബത്തിൽ അപ്പനും അമ്മയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അച്ഛാ, ഞങ്ങളുടെ മോൻ നശിച്ച്, ഞങ്ങളുടെ മോനെ ഇനി ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ആ അപ്പൻ ചങ്ക് തകർന്ന് വേദനയോടെ നിൽക്കുമ്പോൾ ആ അമ്മ പറഞ്ഞു, അച്ഛാ, മോൻ്റെ ദുർനടപ്പ് കണ്ടിട്ട് ചേട്ടൻ 2 തവണ അറ്റാക്ക് ഉണ്ടായ ആളാണ്. ചേട്ടൻ്റെ ആരോഗ്യസ്ഥിതി പാടെ തകർന്നു. മോൻ അങ്ങേയറ്റം ദുർമാർഗിയായി. പ്രാർത്ഥനയ്ക്ക് കുടുംബത്തിൽ വരുന്നില്ല. കൂട്ടുകാരുടെ കൂടെ രാത്രി വൈകുന്നവരെ അവൻ മദ്യപിച്ചിരിക്കും. അവൻ ജോലിക്ക് പോകുന്നില്ല. പള്ളിയിൽ പോകാൻ അവന് താല്പര്യമില്ലാതായി. കൂദാശകൾ അവൻ ഉപേക്ഷിച്ച് വൈദികരോടും സഭയോടെല്ലാം അവന് വെറുപ്പ് തോന്നാൻ തുടങ്ങി. അമ്മ ഇതെല്ലാം ഓർത്തിട്ട് അമ്മ പറയുകയാണ്, വിശപ്പ് കിട്ടുന്നില്ല, പല ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഈ മോൻ്റെ സ്വഭാവ തകർച്ച കണ്ട് പകച്ചു നിൽക്കുന്ന അപ്പനും അമ്മയുമാണ് അന്ന് രാത്രി ഞാൻ ആ കുടുംബത്തിൽ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത വണ്ണം ദുഃഖത്തിൻ്റെ അലമാലകൾ ഉയരുന്നൊരു അന്തരീക്ഷമാണ് ഞാൻ കണ്ടത്. അവർ പറഞ്ഞു, ജീവിതത്തിൽ മറ്റൊരിക്കലും അനുഭവിക്കാത്തത്ര കഠിനമായ വേദനയാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മോൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം മൂക്കറ്റം കുടിച്ച് ലക്കുകെട്ട് അസഭ്യങ്ങൾ പുലമ്പിക്കൊണ്ട് ആ കുടുംബത്തിലെ മോൻ ഭവനത്തിൽ വന്നു കയറി. ആ ഒരു കാഴ്ച കാണുമ്പോൾ ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു. മോനെ കണ്ടപാടെ അമ്മ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് മാറി. അപ്പൻ മിണ്ടാട്ടമില്ലാതെ, അപ്പൻ ഹൃദയഭാരത്തോടെ ആ സൈഡിലേക്ക് മാറിയിരുന്നു. മോൻ വന്ന് അതും ഇതും പുലമ്പിക്കൊണ്ട് നിൽക്കുന്ന ആ രംഗത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ ആ കുടുംബത്തെ സമർപ്പിച്ച് ഈ കുടുംബത്തിൻ്റെ ഈ സ്ഥിതിയെക്കുറിച്ച്, ദൈവമേ, അങ്ങയുടെ ഹിതം എന്താണ് എന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റിയൊരു അന്തരീക്ഷമായിരുന്നില്ല. എങ്കിലും ആ കുടുംബത്തിൻ്റെ വേദന നിറഞ്ഞ അന്തരീക്ഷത്തിൽ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഹൃദയം നുറുങ്ങി ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലുണ്ട്. ദൈവം പറഞ്ഞു, ഒരു വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാൽ അത് സോപ്പും കാരവുമിട്ട് അലക്കി വെടിപ്പാക്കിയെടുക്കാം. ശരീരത്തിൽ ചെളി പുരണ്ടാൽ അത് സോപ്പിട്ട് കഴുകി കുളിച്ച് വെടിപ്പാക്കിയെടുക്കാം. മുറ്റത്ത് പായൽ പിടിച്ചാൽ അത് കുറ്റിച്ചൂലും കൊണ്ട് അടിച്ച് വെടിപ്പാക്കിയെടുക്കാം. ഭക്ഷണത്തിൽ വിഷം കലർന്നാൽ അതും എങ്ങനെയെങ്കിലൊക്കെ ശുദ്ധീകരിച്ച് വേർതിരിച്ചെടുക്കാം. എന്നാൽ ഒരാത്മാവിൽ പാപത്തിൻ്റെ കറ കലർന്നാലോ, ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ അന്ധകാരം പടർന്നാലോ, ദൈവം പറഞ്ഞു, അത് പ്രാർത്ഥനയിലൂടെയും സഹനത്തിലൂടെയും വിശുദ്ധീകരിച്ചെടുക്കണം. മാതാപിതാക്കളുടെ പ്രാർത്ഥനകളും മാതാപിതാക്കളുടെ സഹനങ്ങളും മക്കളുടെ വിശുദ്ധീകരണത്തിന് കാരണമാകും. മാതാപിതാക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഞെരുക്കവും വേദനയും കണ്ണുനീരും മക്കളുടെ വിശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ആ രാത്രിയിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നൊരു ദൈവിക വെളിപാടുണ്ട്. മക്കളുടെ വിശുദ്ധീകരണത്തിനുള്ള ബലിവസ്തുവാണ് മാതാപിതാക്കളുടെ ശരീരവും ജീവിതവും കുടുംബവും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരരെ, വിശുദ്ധ ജീവിതം നയിച്ച ദൈവമക്കളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. യേശു ക്രിസ്തു പുൽക്കൂട്ടിൽ പിറന്ന് ഉണ്ണിയായി കിടക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ കാണുക. ഈ രാത്രി, ക്രിസ്മസിൻ്റെ രാത്രിയിൽ തിരുസഭാ മാതാവ് തിരുസഭയുടെ മക്കളെ പുൽക്കൂടിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ദൈവികമായ ഉന്നതമായ ദൗത്യത്തോടെ പിറന്നു കിടക്കുന്ന ഉണ്ണിയേശുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണമെന്ന് പറഞ്ഞ് എന്നെ അയച്ചവൻ എപ്പോഴും കൂടെയുണ്ട്. കാരണം അവൻ എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ യേശു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുൽക്കൂട്ടിൽ ഉണ്ണി യേശുവായി കിടക്കുമ്പോൾ അപ്പുറത്ത് മാതാവും യഹൂസേ പിതാവും നിൽക്കുന്നത് കാണണം. ബലിവസ്തുക്കളായി തീർന്ന രണ്ട് ജീവിതങ്ങൾ, രണ്ട് ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളും രണ്ട് ജീവിതത്തിൻ്റെ സ്വകാര്യവും പരസ്യവുമായ എല്ലാ നിമിഷങ്ങളും ഈ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിന് വേണ്ടി, ഈ ഒരു അത്യത്ഭുതമായ ജന്മത്തിന് വേണ്ടി ബലിയായി തീർന്ന രണ്ട് ജീവിതങ്ങൾ. മരിക്കുന്നത് വരെയും അങ്ങനെ തന്നെയായിരുന്നു. ഒന്നിന് പുറകെ ഒന്നായി വേദന, ഒന്നിന് പുറകെ ഒന്നായി സഹനങ്ങൾ, ഒന്നിന് പുറകെ ഒന്നായി മനോഭാരങ്ങൾ, ഒന്നിന് പുറകെ ഒന്നായി തെറ്റിദ്ധാരണകൾ, ഒന്നിന് പുറകെ ഒന്നായി അന്ധകാരം പടർന്ന അന്തരീക്ഷങ്ങൾ. അങ്ങനെ വേദന പടർന്ന് അന്ധകാരം കട്ട പിടിച്ച പഴുത്താരകളുടെ നടന്നു നീങ്ങിയ ഒരപ്പനും അമ്മയുമാണ് യൗസേ പിതാവും മാതാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഒരു ജീവിതത്തിൻ്റെ അരികത്ത് നിന്ന രണ്ട് ജീവിതങ്ങളാണ് യൗസേ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അഗസ്തീനോസ് പുണ്യവാനെ നിങ്ങൾ ഓർക്കുക. പാപത്തിൻ്റെ കട്ട പിടിച്ച മനുഷ്യൻ, പാപത്തിൻ്റെ അഗാധങ്ങൾ വരെ പൂണ്ടിറങ്ങിയ മനുഷ്യൻ. എന്നാൽ അപ്പുറത്ത് നിങ്ങൾ കാണണം, വേദനയുടെ നെരിപ്പോടിലിരുന്ന് എരിഞ്ഞെരിഞ്ഞ് തീരുന്ന മോനിക്ക പുണ്യവതി. ആ അമ്മയുടെ വേദന, ആ അമ്മയുടെ മാനസികവും ആത്മീയവും ശാരീരികവുമായ എല്ലാ നൊമ്പരങ്ങളും ഈ മകൻ്റെ വിശുദ്ധീകരണത്തിനുള്ള പ്രാർത്ഥനകളായി ദൈവസന്നിധിയിൽ സ്വീകാര്യമായില്ലേ? പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ദൈവഭവനമേ, ഓരോ കുഞ്ഞിൻ്റെയും ഓരോ മകൻ്റെയും മകളുടെയും വിശുദ്ധീകരണത്തിനുള്ള ബലിവസ്തുക്കളാണ് മാതാപിതാക്കളുടെ ശരീരങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും. മാതാപിതാക്കളുടെ ജീവിതത്തിനാണ് ഓരോ വേദനകളും, ഓരോ സംഭവങ്ങളും, ഓരോ സാഹചര്യങ്ങളും മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കൂടി ദൈവം ക്രമീകരിച്ചിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹിക്കുന്ന മാതാപിതാക്കൾക്ക് വിശുദ്ധരായ മക്കളെ ദൈവം കൊടുക്കും. ഈ ഒരു ബോധ്യം ഞാൻ ആ അപ്പനും അമ്മയ്ക്കും പകർന്നു കൊടുത്ത് ആ അപ്പൻ്റെ അമ്മയുടെയും ദുഃഖത്തിൻ്റെ അലമാലകളുടെ നടുവിൽ ദൈവികമായൊരു പുഞ്ചിരി വിടർന്ന് അവർ പറഞ്ഞു, എൻ്റെ മകന് വേണ്ടിയാണെങ്കിൽ ഇനിയും എത്ര വേണമെങ്കിലും ഞങ്ങൾ സഹിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും മാസങ്ങളും കാലങ്ങളും കടന്നുപോയി. അവർ സഹിച്ച് മകന് വേണ്ടി കാഴ്ചവെച്ച് ആ മകൻ അട്ടപ്പാടി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ തന്നെ ദൈവവചനം കേട്ട് അവിടെ വെച്ച് ദൈവത്തിൻ്റെ സ്പർശനം അവൻ ലഭിച്ച് അവൻ്റെ മദ്യപാന പീഡ വിട്ടുപോയി. അവൻ്റെ ആന്തരിക ബന്ധനങ്ങൾ അഴിഞ്ഞ് ചീത്ത കൂട്ടുകെട്ടുകളുടെ ചങ്ങലകൾ മുറിഞ്ഞു വീണ് അവൻ സുബോധം വീണ്ടെടുത്ത് അവൻ തിരിച്ചറിവുള്ളവനായി അവൻ കൂദാശ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് അവൻ തിരുസഭയിൽ അവൻ ദൈവത്തെ ആരാധിക്കുന്ന പൈതലായി. അവൻ അന്ന് വരെയും ജോലിയിൽ സ്ഥിരതയില്ലാതെ 3 മാസം 6 മാസം കൂടുമ്പം ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടിരുന്ന അവന് സ്ഥിരമായി ജോലി ലഭിച്ച് അവൻ്റെ വിദേശ യാത്രയുടെ തടസ്സങ്ങൾ മാറി. അവൻ വിദേശത്ത് പോയി. ഇന്ന് അവൻ വിദേശത്ത് നന്നായി ജോലി ചെയ്ത് ധാരാളം ശമ്പളം വാങ്ങി ദിവസവും കുർബാനയ്ക്ക് പോയി വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഉത്തമ പൈതലായി വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഇന്ന് അവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
മാതാപിതാക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനത്തിനും വിലയുണ്ട്. മാതാപിതാക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവ വികാസങ്ങൾക്കും വിലയുണ്ട്. അത് മക്കളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. എന്നാൽ തകർന്ന ഒരുപാട് ജീവിതങ്ങൾ അച്ഛൻ്റെ കൺമുമ്പിൽ നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ക്രൂരതയുടെ പര്യായങ്ങളായ ജീവിതങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഹിറ്റ്ലർ, ജോസഫ് സ്റ്റാലിൻ, ഇവരൊക്കെ ഒരപ്പൻ്റെയും അമ്മയുടെയും സഹനത്തിൻ്റെ ജീവിതത്തിൻ്റെ പിൻബലം കിട്ടാതെ പോയ ജീവിതങ്ങളാണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ജോസഫ് സ്റ്റാലിൻ റഷ്യയെ വർഷങ്ങളോളം ഇരുമ്പ് മറയ്ക്കുള്ളിലാക്കി ലക്ഷക്കണക്കിന് ആളുകളെ ചുട്ടുകൊന്ന ജോസഫ് സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അദ്ദേഹത്തിന് നല്ല സാഹചര്യങ്ങൾ കൊടുത്തു. അദ്ദേഹം ഒരു സെമിനാരിയിൽ കുറച്ച് നാളുകൾ പഠനം വരെ നടത്തിയിട്ടുണ്ട്. എന്നാൽ വെറുതെ അവൻ ഒരു നാൾ വീട്ടിൽ വന്ന് മടങ്ങിപ്പോകുമ്പോൾ അവൻ പെട്ടിക്കടയിൽ നിന്ന് വാങ്ങിയ കടലപ്പൊതി തിന്നതിന് ശേഷം ആ കടല പൊതിഞ്ഞിരുന്ന കടലാസ് വായിച്ചു നോക്കിയപ്പോൾ വിപ്ലവത്തിൻ്റെ വലിയ ശങ്കുലികൾ മുഴക്കുന്ന ആഹ്വാനങ്ങളാണ് ആ കടലാസ് കഷ്ണത്തിൽ അവൻ വായിച്ചത്. അവൻ്റെ അന്ന് വരെ ഉണ്ടായിരുന്ന പ്രാർത്ഥന പോയി, അവന് അന്ന് വരെ ഉണ്ടായിരുന്ന വിശുദ്ധി പോയി, അന്ന് വരെ ഉണ്ടായിരുന്ന അവൻ്റെ ദൈവിക ചിന്തകൾ ക്ഷണനേരം കൊണ്ട് പോയി മറഞ്ഞു. അവൻ്റെ ശരീരത്തിൽ രക്തം തിളയ്ക്കാൻ തുടങ്ങി. അവൻ സെമിനാരി ജീവിതം ഉപേക്ഷിച്ചു. അവൻ വിപ്ലവ പാർട്ടികളുടെ കൂടെ ചേർന്നു. അവൻ വിപ്ലവത്തിൻ്റെ നായകനായി. അവനാണ് ലക്ഷക്കണക്കിന് ആളുകളെ ക്രൂരം കൊന്നു കുഴിച്ചു മൂടിയ ജോസഫ് സ്റ്റാലിൻ എന്ന് ലോകം വിളിക്കുന്ന ആ ക്രൂരനായ ഭരണാധികാരി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ച് അത്ഭുതപ്പെട്ടൊരു വിഷയമുണ്ട്. ഒരുപാട് കാലം പ്രാർത്ഥിച്ചിരുന്ന, ഒരുപാട് കാലം ജപമാല ചൊല്ലിയിരുന്ന, ഒരുപാട് കാലം കുർബാന സ്വീകരിച്ചിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ അധപ്പതിച്ച്, എങ്ങനെ ഈ നക്ഷത്രം ഇതുപോലെ അഗാധത്തിലേക്ക് നിപതിച്ച്? അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഞ്ഞിൻ്റെ ചെറുപ്പം തൊട്ട് അതിനെ ദൈവഭക്തി വളർത്താൻ, ഉത്സാഹിക്കാൻ അതിനുവേണ്ടി നല്ലൊരു അപ്പനോ നല്ലൊരു അമ്മയോ ഇല്ലാതെ പോയി എന്നുള്ളതല്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ, ഒരു അപ്പൻ്റെ ഒരു അമ്മയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ത്? മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 15-ാം വാക്യം, ദൈവഭക്തരായ മക്കളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ ഏറ്റവും വലിയ കടമ കുഞ്ഞുങ്ങൾ ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളാകാൻ വേണ്ടി, കുഞ്ഞുങ്ങൾ വിശുദ്ധിയുള്ള ജീവിതങ്ങളാകാൻ വേണ്ടി ധാരാളം സഹിക്കണം, ധാരാളം പരിത്യാഗ പ്രവർത്തികളിലൂടെ കടന്നു പോകണം, ധാരാളം എളിമപ്പെടണം, ഒരുപാട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെയും സഹനത്തിലൂടെയും മക്കൾക്ക് വിശുദ്ധ ജീവിതത്തിനൊരു അടിത്തറ പാകണം. ഇതെൻ്റെയും നിങ്ങളുടെയും ഓരോ അപ്പൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഓരോരുത്തരുടെയും കർത്തവ്യം അത്രേ. ഹല്ലേലൂയ. ഒരു വികാരിയച്ഛൻ എന്ന നിലയിൽ, ഒരു അധികാരി എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ ഓരോരുത്തർക്കും കടമയുണ്ട്. തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾ വിശുദ്ധമാകാൻ വേണ്ടി തന്നെ വിശുദ്ധീകരിക്കണം. സഹനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകണം, പരിത്യക്താവസ്ഥയിലൂടെ കടന്നു പോകണം, തെറ്റിദ്ധാരണയിലൂടെ കടന്നു പോകണം, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകണം, ഉപേക്ഷിക്കപ്പെടേണ്ട വേദനയിലൂടെ കടന്നു പോകണം. യേശു പറഞ്ഞു, പിതാവേ, അവർ വിശുദ്ധരാകാൻ വേണ്ടി, അവർ സത്യത്തിൽ ഒന്നാകാൻ വേണ്ടി, അവർക്ക് പാപം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു തൻ്റെ ജീവിതത്തെ വേദനയിലൂടെ കടത്തിവിട്ടു. യേശു തൻ്റെ ജീവിതത്തെ പരിത്യക്താവസ്ഥയിലൂടെ കടത്തിവിട്ടു. യേശു തൻ്റെ ജീവിതത്തെ തകർച്ചയിൽ, വേദനയ്ക്കും പരിത്യക്താവസ്ഥയ്ക്കും നിന്ദനത്തിനും എല്ലാ തരത്തിലുള്ള തകർച്ചയ്ക്കും വിട്ടുകൊടുത്ത് അതുവഴി അനേകർ വിശുദ്ധരായി. അനേകർക്ക് വേണ്ടി തകർക്കപ്പെട്ട ജീവിതമാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ പ്രാർത്ഥനയിലൂടെയും വേദനയിലൂടെയും മക്കളുടെ വിശുദ്ധ ജീവിതത്തിന് അടിത്തറവാകണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ് 22-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം,
കുഞ്ഞുങ്ങൾ ശൈശവാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ നല്ല വേദനയോടും ത്യാഗത്തോടും പ്രാർത്ഥനയോടും കൂടെ കുഞ്ഞുങ്ങൾക്ക് ദൈവഭക്തിയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴികൾ പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. സുഭാഷിതങ്ങൾ 22:6. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ മാത്രം നടക്കുന്നൊരു കാര്യമല്ല ദൈവഭക്തിയുടെ പരിശീലനം. എത്രമാത്രം ദൈവഭക്തി കുഞ്ഞുങ്ങൾ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നുവോ, ശൈശവത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ എത്രമാത്രം വിശുദ്ധി പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്ര കണ്ട് സഹിക്കണമെന്നല്ലേ സഭയുടെ അനുഭവത്തിൽ നിന്നും പൂർവികരുടെ അനുഭവങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ സഭ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വിശുദ്ധൻ്റെ ജീവചരിത്രത്തെ പരിശോധിച്ച് നോക്കുക. അൽഫോൻസാമയുടെ ജീവചരിത്രത്തെ പരിശോധിച്ച് നോക്കുക. ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ ജീവചരിത്രത്തെ പരിശോധിച്ച് നോക്കുക. എല്ലാവരുടെയും കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാർക്ക് വലിയ സഹനത്തിൻ്റെയും വേദനയുടെയും വഴിത്താരകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ക്രിസ്തീയ കുടുംബനാഥ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ വേദന പോലും വൃഥാവിലല്ല, പാഴ്വേലയല്ല, യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ദീർഘകാലത്തെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി കർത്താവ് ക്രമീകരിച്ചിരിക്കുന്ന അമൂല്യ നിമിഷങ്ങളാണത്. ഓ ദൈവമേ, തിരിച്ചറിവിൻ്റെ അഭിഷേകം പകരണമേ, ജ്ഞാനത്തിൻ്റെ വരം നൽകണമേ കർത്താവേ. ഇപ്പോൾ ഞങ്ങളെയും സഭ മുഴുവനെയും ഇടവകകളെയും സമൂഹങ്ങളെയും കുടുംബങ്ങളെയും അഭിഷേകം ചെയ്യണമേ. ഒരു ആന്തരിക ഉണർവ് നൽകണമേ കർത്താവേ. ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും കുടുംബം കഴിഞ്ഞു പോയാൽ പോരാ. ഒരു ലക്ഷ്യം വേണം കർത്താവേ. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹം വേണം. കുടുംബത്തിൽ വളരുന്ന മക്കൾ വിശുദ്ധരാകണം, ഇടവകയുള്ള ഇടവ മക്കളെല്ലാം വിശുദ്ധരാകണം, സഭയുള്ള സഭാമക്കളെല്ലാം വിശുദ്ധരാകണം. അതിനുവേണ്ടി വലിയൊരു ആഗ്രഹവും ഒരു ഉണർവും അതിനുവേണ്ടി സഹിക്കാനുള്ള വരവും ഞങ്ങൾക്ക് തരണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് സഭയിൽ വൈദികർക്കുള്ള സഹനങ്ങളെല്ലാം സഭാ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് ക്രമീകരിക്കുന്നതാണല്ലോ. ഇന്ന് സഭാ സമൂഹങ്ങളിലുണ്ടാകുന്ന ഓരോ വേദനകളും, കമ്മ്യൂണിറ്റികളിൽ കോൺവെന്റുകളിൽ ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും വിശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട ഒരു ക്രമീകരണമാണല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ കർത്താവേ. ആത്മീയ വഴികളിലൂടെ നടക്കാൻ, ആത്മീയ വഴികളിൽ ഉത്തരോത്തരം വളരാൻ ആന്തരിക ദാഹം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പാപത്തിന്റെ കെട്ടുകൾ ഭേദിച്ച്, പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിച്ച് മുന്നേറി 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 വിശുദ്ധിയുടെ പടവുകൾ കയറാൻ ഓ പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. പാപത്തിൻ ബന്ധനമൊക്കെ ഭേദിച്ച് പാവന പാതയിൽ മുന്നേറാം. പാപത്തിൻ ബന്ധനമൊക്കെ ഭേദിച്ച് പാവന പാതയിൽ മുന്നേറാം. പാപികളാം ഇവരിൽ താവക ചൈതന്യം പാവനരൂപിയെ വർഷിക്കൂ. പാപികളാം ഇവരിൽ താവക ചൈതന്യം പാവനരൂപിയെ വർഷിക്കൂ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവനും നിത്യരക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യരക്ഷ പ്രാപിക്കാൻ പുൽക്കൂട്ടിൽ ദിവ്യ ശിശുവായി പിറന്ന യേശു തമ്പുരാൻ്റെ മുമ്പിലാണ് നമ്മൾ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ
എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ ദിവസത്തിൽ യേശു കർത്താവിൻ്റെ അത്ഭുത ഇടപെടലുകൾ രോഗങ്ങളിലേക്ക് സംഭവിക്കട്ടെ, തകർച്ചകളിലേക്ക് സംഭവിക്കട്ടെ. കുടുംബത്തിൽ യേശുവിൻ്റെ അത്ഭുത ചൈതന്യം നിറയട്ടെ. സഹനം, സ്നേഹം, ക്ഷമ, കൂട്ടായ്മ, ഐക്യം, യോജിപ്പ് ഇതെല്ലാം ധാരാളം ഉണ്ടാകുവാൻ അത്ഭുതകരമായ ദൈവശക്തി ആവസിക്കട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമേ, വെറുപ്പിൻ്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്വേഷത്തിൻ്റെ കന്മതിലുകൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്മിൽ വൈരാഗ്യത്തിലിരിക്കുന്നവർക്ക് ദൈവമേ തമ്മിൽ സ്നേഹത്തിലാകാനുള്ള കൃപ നൽകണമേ. ഒരിക്കലും ഇനി മിണ്ടില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന കഠിന പിണക്കത്തിൻ്റെ ബന്ധനത്തിരിക്കുന്നവരിൽ നിന്ന് വെറുപ്പിൻ്റെ ബന്ധനങ്ങൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, സ്നേഹം, ഐക്യം, കൂട്ടായ്മ, സന്തോഷം, സമാധാനം ഇത് കുടുംബങ്ങളിലേക്ക് നിറയട്ടെ കർത്താവേ. വർഷങ്ങളായി സമാധാനം നഷ്ടപ്പെട്ട മക്കളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ദിവ്യ സ്പർശനത്താൽ ഇപ്പോൾ സമാധാനത്തിന് അഭിഷേകം നിറയട്ടെ. ഓ കർത്താവെ, അന്ധകാരാവൃതമായ ചിന്തകളാലും പാപജടിലമായ മോഹങ്ങളാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുന്നു. അന്ധകാര കോട്ടകളും പാപജടിലമായ ബന്ധനങ്ങളും വിട്ടുമാറി പോകട്ടെ. എൻ്റെ പേര് റോജി, നിലമ്പൂർ ചുങ്കത്ര സ്വദേശിയാണ്. ആദ്യമായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിൽ വന്ന് ഒരു സാക്ഷിയായി നിൽക്കണം, എൻ്റെ മോക്ക് വേണ്ടി ഒരു സാക്ഷിയായിട്ട് നിൽക്കാൻ ദൈവം ഇടയാക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് ആദ്യം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓഗസ്റ്റ് 11 എനിക്ക് രണ്ടാമത്തെ ഒരു മകൾ ജനിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾക്ക് ഫിറ്റ്സായിട്ട് മിംസിൽ അഡ്മിറ്റായിരുന്നു. മൂത്തൊരു മോളുണ്ടായിരുന്നു. ആ മോക്കും 60 ദിവസമായപ്പോൾ ഇങ്ങനെ ഫിക്സ് വന്നിട്ട് 5 മാസത്തോളം മോള് ജീവിച്ചിരുന്നുള്ളൂ. വലിയൊരു വരെ കൊണ്ടുപോയി ചികിത്സിച്ചു. മോള് പെട്ടെന്ന് മരിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ആഴ്ച ഈ സൈൻ കണ്ടപ്പോൾ ഞങ്ങൾ ആകെ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു അവസ്ഥ വന്നു. അങ്ങനെ സെപ്റ്റംബർ മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ഞാനിവിടെ വന്ന് ഈ പ്രാർത്ഥനയിൽ കൂടി. അന്ന് ഞങ്ങൾ കുടുംബമായിട്ട് പൂർണ്ണമായും ഞങ്ങൾ സറണ്ടർ ചെയ്തിട്ട് ദൈവത്തോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഒക്ടോബർ 29 EGയിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു. EG എടുക്കണം, വേരിയേഷനോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അന്ന് ഇവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് പൂർണ്ണമായും ഞങ്ങൾ സറണ്ടർ ചെയ്തു ദൈവത്തോട് ഞാൻ അപേക്ഷിക്കുകയല്ലായിരുന്നു. എൻ്റെ അപ്പനായ ദൈവത്തോട് ഞാൻ ചോദിച്ചു വാങ്ങുന്നത്, എനിക്ക് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുവാകുന്നതിന് മുമ്പേ നീ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി ആരോഗ്യമുള്ള കുഞ്ഞിനെ നീ എനിക്ക് തന്നതെന്ന് എനിക്കൊരു പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വിശ്വസിച്ചു. 29 EG എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഈ നോർമലായിരിക്കും എന്നുള്ള പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചിരുന്നു. വീട്ടിൽ ചെന്നു, ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. ചില സൈനുകൾ കാണുമ്പോഴും വൈഫിനിങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഞാൻ പറഞ്ഞു പൂർണ്ണമായി വിശ്വസിക്ക്. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് പൂർണ്ണമായി വിശ്വാസം തന്നിട്ടുണ്ട്, പൂർണ്ണമായി വിടുതൽ തരുമെന്ന്. അടുത്ത മാസം ആദ്യത്തെ ആഴ്ച വരണമെന്ന് വിചാരിക്കും. അന്ന് ഞാൻ വളരെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ടു. എൻ്റെ കാൽ ടെൻഡിനൊക്കെ മുറിഞ്ഞു. വളരെ അതിശയകരമായ ദൈവം എന്നെ വിടുവിച്ചു. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ 29 മിംസിൽ പോയിട്ട് EG എടുത്തു. കുഞ്ഞു വളരെ നോർമൽ, ഇപ്പോൾ വളരെ സന്തോഷിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 കൈയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്.